ബിന്ദുവിൻ്റെ വിവാഹം പ്രണയ വിവാഹമാണോ അതോ അറേഞ്ച് മാരേജ് ആണോ? ഒരു കലാകാരനാകുമ്പോഴത്തേക്ക്, ഒരു കലാകാരി ആകുമ്പോഴത്തേക്ക്, അഭിനയത്തിലാണേലും ഇപ്പം പാടുന്നതിലായാലും ഒരു പ്രണയം വരും, ഉണ്ടാകും അവിടെ, അല്ലേ? ഒരു പൊട്ടി മുളയ്ക്കും. ഒരു കവിയാണെങ്കിലും ഞാൻ വിടുന്നില്ല, എഴുത്തിലാണെങ്കിലും ഒരു എഴുത്തിലാണെങ്കിലും അദ്ദേഹം എഴുതണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രണയം വേണം, ഒരു പ്രണയിനി വേണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചിരിക്കേണ്ട കേട്ടോ. ആണോ? പ്രണയ വിവാഹമാണോ? അതെ, പ്രണയ വിവാഹമായിരുന്നു. കണ്ടോ, അതാ ഞാൻ ചോദിക്കാൻ കാര്യം. കാരണം ഇത്രയും മനോഹരമായിട്ട് പാടുമ്പോഴത്തേക്ക് ആരാ പ്രണയിക്കാത്ത? ഹസ്ബൻഡ് എവിടെ നിന്നാണ്? ഹസ്ബൻഡ് തൃപ്പൂണിത്തുറയാണ്, സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പൊ അവിടെ പോയി പാടി. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ കറക്റ്റ്. മനോഹരമായിട്ടുള്ള ശബ്ദം. പുള്ളി പിടിച്ചു. ഈ പുലി പിടിച്ചെന്നൊക്കെ പറയുന്നവര്. ഹസ്ബൻഡ് സാറിന്റെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഇവിടെ അങ്കമാലി അറ്റ്ലക്സിലൊരു പ്രോഗ്രാം. ഓ, പേരെന്താണ്? ശ്രീജിത്ത്. ആഹാ, വേറൊന്നുമല്ല, ഞാൻ ആ പ്രോഗ്രാമിന് പോകാൻ നേരത്ത് ഇതുപോലെ പറഞ്ഞു സൗണ്ട് എഞ്ചിനീയർ എനിക്ക് മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ശ്രീജിത്ത് എന്നൊരാളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത് പ്രശ്നമാണ്. ഇല്ല സാറേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അന്നത്തെ പ്രോഗ്രാം എൻ്റെ ഒരു മെമ്മറബിൾ പ്രോഗ്രാമാണ്. അദ്ദേഹം അതിമനോഹരമായിട്ട് സൗണ്ട് കൈകാര്യം ചെയ്തു. പുള്ളിക്കൊരു വലിയ കൈഡി കേട്ടു. അപ്പോൾ അത് നന്നായി. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടാലോ? ഏതെങ്കിലും ഒരു മലയാളം ഫാസ്റ്റ് നമ്പർ, അതായത് അടിപൊളിയല്ല, ഒരു ക്ലാസി നമ്പർ ഏതെങ്കിലും ഉണ്ടോ? ഗാനമേളയ്ക്ക് സ്ഥിരമായിട്ട് പാടും. ഞാൻ ഒരു ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ ഒരു സീസൺ ഫുള്ള് പാടിയൊരു പാട്ടാണ്. കുറച്ച് ടഫായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. മേഘരാഗം നെറുകിൽ തൊട്ടു. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സോങ്, പ്ലീസ്.
കൊതിച്ചിങ്ങടുത്തു വാ, കളിച്ചു ചിരിച്ചു രസിച്ചു വാ. പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പുലർ മനസ്സിലെ കണിമഴ, കണിമഴ, കണിമഴ. മേഘരാഗം നെറുകിൽ തൊട്ടുമേലേ നിൽപ്പു വാനം, വാനം, വാനം. ദൂരെയെങ്ങോ മിഴിയും നട്ടുപൂ പോൽ നിൽപ്പു യാമം. മേഘരാഗം നെറുകിൽ തൊട്ടുമേലേ നിൽപ്പു വാനം, വാനം, വാനം. ദൂരെയെങ്ങോ മിഴിയും നട്ടുപൂ പോൽ നിൽപ്പു യാമം. ആഹാ, ഈ പാട്ട് ആരും ഞാൻ ഈ വേദിയിൽ പാടി കേട്ടിട്ടില്ല കേട്ടോ. കാരണം ഇറ്റ്സ് സോ ടഫ്. കാരണം ഈ നോട്ട്സ് എന്ന് പറയുന്നത്, ഇത് ദീപൻ ചാറ്റർജി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ സംഗീതം. പ്രിയൻ്റെ പടമാണ് ഇത്. പ്രിയൻ്റെ സ്റ്റുഡിയോയിൽ, 4 ഫ്രെയിംസ് എന്നുള്ള സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തൊരു സോങ്ങാണ്. ശരിക്കും ആ സ്റ്റുഡിയോ ഒരു സോങ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ അല്ല, മറിച്ച് അവിടെ വലിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ മിക്സ് ചെയ്യുന്ന സ്റ്റുഡിയോ, ഡബ്ബിങ് മിക്സിംഗ് ആണ് മെയിൻ. പക്ഷെ ഒരു പരീക്ഷണാർത്ഥം സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് ഈ സിനിമയാണ് ചെയ്തത്. അന്ന് ഈ പാട്ട് അവിടെ റെക്കോർഡ് ചെയ്തു. എനിക്ക് ഇതിൻ്റെ ഈ റെക്കോർഡിംഗ് സെഷനും ചിത്രം വന്ന് പാടുന്നതും ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ആ ഓർമ്മകളിലോട്ട് തിരിച്ചു പോയി. നന്നായി പാടി കേട്ടോ. നന്നായി നന്നായി. നിങ്ങൾ നന്നായിരുന്നേ. സപ്പോർട്ട് കോറസ് എല്ലാവരും, ഓർക്കസ്ട്ര.